ഇന്റർനെറ്റിൽ ഒരിക്കൽ വൻ ശക്തിയായിരുന്ന യാഹൂ പിന്നീട് പല കാരണങ്ങളാൽ തകർച്ച നേരിടേണ്ടി വന്നു. യാഹൂവിന്റെ സെർച്ച് എഞ്ചിൻ തുടക്കത്തിൽ മുന്നിൽ നിന്നിരുന്നെങ്കിലും ഗൂഗിളിന്റെ അത്യാധുനിക ആൽഗോരിതവും ആഡ്വേർഡ്സ് പോലുള്ള പരസ്യ മോഡലിനു മുന്നിൽ യാഹൂ പരാജയപ്പെട്ടു. 1998-ൽ ഗൂഗിളിനെ വെറും $1 ദശലക്ഷം സ്വന്തമാക്കാനുള്ള അവസരമുണ്ടായിരുന്നുവെങ്കിലും അത് യാഹൂ ഉപേക്ഷിച്ചു. പിന്നീട് 2006-ൽ ഫേസ്ബുക്കും $1 ബില്യൺ സ്വന്തമാക്കാനുള്ള വാണിജ്യ അവസരം അവർ നഷ്ടപ്പെടുത്തി. കൂടാതെ 20 വർഷത്തിൽ 10-ലധികം സിഇഒമാരുടെ മാറ്റവും അദൃശ്യമായ നയങ്ങളും യാഹൂവിന്റെ വളർച്ചയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. 2017-ൽ വെറൈസൺ യാഹൂവിന്റെ പ്രധാന ഇന്റർനെറ്റ് ബിസിനസ് $4.48 ബില്യൺ സ്വന്തമാക്കി. പിന്നീട് 2021-ൽ അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റിന് $5 ബില്യൺ വിറ്റു. ഇന്ന് യാഹൂ മെയിൽ, യാഹൂ ഫിനാൻസ്, യാഹൂ ന്യൂസ് പോലുള്ള സേവനങ്ങൾ നടത്തുമ്പോഴും അവർക്ക് പഴയ നിലയിലേക്ക് തിരിച്ചുഎത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.